കുവൈത്തിലുള്ള അമേരിക്കൻ ബേസിന് നേരെ വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ട്രംപ് ചർച്ചകളെ കുറിച്ച് പരാമർശിക്കുന്നതിനിടയിലാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. സാധാരണ പതിവ് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഭാഗത്ത് ചർച്ചകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് സൈനികപരമായി ആക്രമണത്തിന് കോപ്പുകൂട്ടുന്ന രീതിയുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇറാൻ ഇത്തരം ഒരു നീക്കം നടത്തിയത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനികരുടെ ഓരോ ചലനങ്ങളും ഇറാൻ ഇപ്പോൾ സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. അത്തരത്തിലുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അമേരിക്കയുടെ ബേസിന് നേരെ കുവൈത്തിൽ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട് എന്ന് ട്രംപ് ഈ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും അവിടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ട്രംപ് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ആരെങ്കിലും ഫീസ് ചുമത്തുകയാണെങ്കിൽ അത് ചുമത്താനുള്ള ഉത്തരവാദിത്വം അമേരിക്കക്കായിരിക്കും. കാരണം അമേരിക്കയാണ് ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ അധികാരം ഇപ്പോൾ കൈയാളുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ലോകത്തെ ഒരു രാഷ്ട്രത്തിനും ഉൾക്കൊള്ളാൻ ഇത് കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ ഇതിന് സമാനമായ രീതിയിലുള്ള ആക്രമണം 2 ദിവസം മുമ്പ് ജോർദാനിലുള്ള അസറക്കിലെ മുവഫക് സൊൽത്തി എന്നറിയപ്പെടുന്ന ബേസിന് നേരെ ഇറാൻ നടത്തിയിരുന്നു. അവിടെയാണ് അമേരിക്കയുടെ 9ഓളം F-35 യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടത്. അതും ഇതുപോലെ അമേരിക്കയുടെ ആ ഒരു ആക്രമണത്തെ കുറിച്ച് മനസ്സിലാക്കി മുൻകൂർ ആക്രമണം നടത്തി അത് പരാജയപ്പെടുത്തുകയായിരുന്നു. എന്നാൽ കുവൈത്തിലും സമാനമായ നീക്കമാണോ ഇപ്പോൾ നടത്തിയത് എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. 3 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കുവൈത്തിൽ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ലക്ഷ്യത്തിൽ ചെന്ന് സ്ഫോടനമുണ്ടാക്കി എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കയുടെ ഓരോ നീക്കങ്ങളെയും മനസ്സിലാക്കി ഇപ്പോൾ ഇറാൻ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ്. സൗജന്യമായ ഇംഗ്ലീഷ് പഠനത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്കുള്ള മദ്രസ പഠനവും കൂടെ നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ത്വയ്ബ അക്കാദമി. മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 2 പ്രത്യേകതകളാണ് ഈ സ്ഥാപനത്തിനുള്ളത്. ഒന്നാമത്തേത്, ഓരോ കുട്ടികളെയും ഇനീഷ്യൽ അസസ്മെന്റ് നടത്തി പ്രത്യേകമായ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഫ്രീ ഇംഗ്ലീഷ് ലേണിംഗ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്താൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു രീതിയാണ് ഈ പ്ലാനിങ്ങിലൂടെ അക്കാദമി തയ്യാറാക്കുന്നത്. നമ്മൾ വിദേശത്തായതുകൊണ്ടോ അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്ന ആളുകൾക്കോ ഇതൊരു പക്ഷേ വലിയ ഉപകാരമാകാനുള്ള സാധ്യതയുണ്ട്.